പ്രിയപ്പെട്ടവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഒരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോ ആണിത്. എല്ലാവരുടെ വാട്സപ്പിലും വന്നിട്ടുണ്ടാവും. എൻ്റെ വാട്സപ്പിലും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനെതിരെ പ്രതികരിക്കാതിരുന്നത്, ഒന്ന്, ചെറിയ മക്കളാണ്. നമ്മൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുമല്ല, ഇത് സത്യമാണെങ്കിൽ തന്നെ ചെയ്യുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. അവർ പിന്നെ വലിയൊരു പ്രശ്നത്തിലേക്കാണ് അവർ പോവുക. ഇന്നത്തെ ചെറിയ മക്കളാണ്. അപ്പോൾ ഇന്നലെയൊക്കെ ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ രണ്ടു പേരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഒരൊറ്റ ദിവസം കൊണ്ടാണ് ആകെ വൈറലായത്. ചെറിയ കുട്ടിയാണെന്ന് പോലും ആരും ഓർത്തില്ല. സോഷ്യൽ മീഡിയ ആകെ വൈറലായി. നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു തെറ്റാണത്. ചെറിയ മക്കളാകുമ്പോൾ അത് പ്രചരിപ്പിക്കുമ്പോൾ അവർ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക. പോലീസ് പോലും അവർക്ക് പരിഗണന കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് കുട്ടികളെ കൊണ്ടുപോയി ജയിലിലടക്കുകയല്ല ചെയ്യുക. ജയിലിലടച്ചാൽ കുട്ടികൾ കൂടുതൽ ഇനിയും വഷളാവും, പിന്നെ ഒരു ക്രിമിനലായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ചെറിയ മക്കളാണ്, തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. രണ്ട് ഭാഗങ്ങളും കേൾക്കാനുണ്ട്. ഈ വീഡിയോ കണ്ടവരൊക്കെ ഈ കുട്ടികളെ പറയാത്ത വാക്കുകളില്ല. തെമ്മാടികൾ, കഞ്ചാവ്, മയക്കുമരുന്നും അടിച്ച് ആ പ്രായമുള്ള മനുഷ്യനെ ഉപ്പയെ പോലുള്ള, ചിലർ പറയുന്നത് കേട്ട് ഒരു കുട്ടിയുടെ ഉപ്പയാണ്, ആ ഉപ്പയാണ് ഈ കുട്ടി തെറി വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വീഡിയോയിൽ കണ്ടു. കുട്ടികൾ പറഞ്ഞതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. കുട്ടികൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇയാളും കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇയാൾ ഒരു കൊടുവാളൊക്കെ എടുത്തിട്ട് കുട്ടികളുടെ നേരെ വീശുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതിനൊന്നും ആരും അധികാരമൊന്നും കൊടുത്തിട്ടില്ല. കുട്ടികൾ എന്തോ ആയിക്കോട്ടെ, എന്തോ വൃത്തിയോടെ ചെയ്തോട്ടെ, പക്ഷെ കൊടുവാളൊന്നും എടുത്തിട്ട് വീശാനൊന്നും ആരും അധികാരമൊന്നും ഇയാൾക്ക് കൊടുത്തിട്ടുമില്ല. കുട്ടികളുടെ നേരെ ആക്രമണം ചെയ്യുമ്പോൾ, കുട്ടികൾ ചെറിയ മക്കളാണ്, അവരെന്താണെന്ന് ചെയ്യുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ അവരുടെ ഭാഗം കേൾക്കുമ്പോൾ അവരുടേതാണ് ശരിയെന്ന് തോന്നും, ഇവരുടെ ഭാഗം കേൾക്കുമ്പോൾ ഇവരുടെ ഭാഗമാണ് ശരിയെന്ന് തോന്നും. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഇതിപ്പോൾ ഉള്ളത്. ഇവർക്ക് ഈ കുട്ടികളെ സംശയം തോന്നാനുള്ള കാരണം എന്താണെന്ന് അറിയൂ? അവിടെ സ്ഥിരമായി ഈ ഒരു സംഭവം നടക്കുന്നതാണത്രേ. ആളൊഴിഞ്ഞ ഒരു പറമ്പാണ്. ഇവിടെ കള്ളുകുടിക്കാനും ഇതുപോലെ കഞ്ചാവടിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനും ഒക്കെ പുറമേന്ന് ആ നാട്ടുകാരല്ല, പുറമേ നിന്നും ആളുകൾ വന്ന് ക്യാമ്പ് ചെയ്യാറുണ്ട് അത്രേ. അപ്പോൾ ആ നാട്ടുകാരല്ലാത്ത പുറമേ നിന്നുള്ള ആളുകളെ കണ്ടാൽ ഇവര് പ്രശ്നമാക്കി പറഞ്ഞേക്കാറാണ് പതിവ്. വാബിലെ ഞാൻ ഷാമിലാണ്. സംഭവം എന്താ വെച്ചാല്, അന്ന് അവിടെ ഉണ്ടായത് എന്താന്നുള്ളത് കറക്റ്റ് ആ ചെങ്ങായിക്കും അറിയാം, അതേമാതിരി ഞങ്ങൾ 6 ആൾക്കും അറിയാം. അതേമാതിരി അവിടെ 6 ചെക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. ഓരൊക്കെ കണ്ടതാണ് അന്ന് അവിടെ എന്താ സംഭവം കറക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഞങ്ങൾ അവിടെ ഇരിക്കാൻ പോയി. ഫയാസിന്റെ നാടാണ്. പിന്നെ എന്റെ വണ്ടിന്റെ വീഡിയോ എടുക്കാണ്ടായിരുന്നു. വണ്ടി ഇറക്കി 2 ദിവസമായിട്ടില്ല. അപ്പോൾ അതിന്റെ വീഡിയോ എടുക്കാനായ വേണ്ടി ഞങ്ങൾ അങ്ങനെ പോയി. അവിടെ പോയി ഇരിക്കുമ്പോൾ ഒരു ചങ്ങായി പെട്ടെന്ന് കയറി വന്നാണ്ട് മൂപ്പര് പറഞ്ഞു, നിങ്ങൾ എന്താ അവിടെ ഇരിക്കണം ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഒന്നുമില്ല, ഞങ്ങൾ വണ്ടീന്റെ വീഡിയോ എടുക്കാണ്ട് അങ്ങനെ വന്നാന്ന് പറഞ്ഞു. അവിടെ വേറെ ആൾക്കാരുണ്ട്, ഓരോടൊന്നും ചോദിക്കണില്ല, നേരെ ഞങ്ങളടുത്ത് വന്ന്. അങ്ങനെ മൂപ്പര് പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ പാടില്ല, മഹലിന്റെ തീരുമാനമാണ്, അങ്ങനെ ഇങ്ങനെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ആ ഓക്കെ, ഫയാസിന്റെ നാടാണ്, അങ്ങനെ വന്നിരുന്നാണ് കാക്കാന്ന് പറഞ്ഞു. ആ ഓക്കെ, എന്നാ അങ്ങനെ നിങ്ങളെ പോലത്തെ ഓരോ പിള്ളേരാണ് ഇവിടെ കള്ളുടിക്കാൻ വരുന്നത്, അങ്ങനെ അന്ന് അതിന്റെ തലേന്ന് രാത്രി അവിടുന്ന് ഏതോ ചെക്കന്മാരെന്തോ കള്ളുടിച്ചിക്കണാല, അങ്ങനെ അത് നേരെ ഞങ്ങളെ മേത്ത് കണ്ടിട്ട് മൂപ്പര് പറഞ്ഞ് അതിൽ അവിടെയുള്ള ചെക്കന്മാരൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങളെ. എന്നിട്ട് മൂപ്പരെന്താ പരിപാടി, അതിലിന്റെ റിഷാൻ എന്ന് പറഞ്ഞൊരു കമ്പനിക്കാരുണ്ട്. ഓൻ പറഞ്ഞു, കാക്ക, ഞങ്ങള് ഇവിടുന്ന് ഇരുന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് ഞങ്ങൾ കഴിക്കുന്ന എന്തെങ്കിലും കിട്ടും, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയിട്ടോ ചെക്ക് ചെയ്തിട്ടോ എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ച്. അതിൽ മൂപ്പരെന്ത് ചെയ്ത്, നിങ്ങളോടല്ല ഇവിടെ ഇരിക്കാൻ പറഞ്ഞ്, അങ്ങനെ ഇരിക്കണ്ട പറഞ്ഞ്, അങ്ങനെ അന്നേരം മൂപ്പര് നേരെ പോയി റിഷാനൊരു ഒറ്റുണ്ട്. ആ ഉന്തലില് ഞങ്ങൾ 5 ആൾക്കാർ താഴത്ത് നിൽക്കണ്. ഒരു പാലത്തിന്റെ മേലെ നിന്നാണ് ഉന്തണത്. ഞങ്ങൾ നേരെ മേലെ കയറിയാണ്ട് മൂപ്പരോട് ചോദിച്ചു, കാക്ക, ഞങ്ങൾ ഉന്താനും തല്ലാനും നിൽക്കണ്ട, കാര്യം എന്താന്നുള്ളത് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്നാണ് പോവില്ല പറഞ്ഞു. അതിലുണ്ട് മൂപ്പര് നേരെ വന്നാണ്ട് ഇന്നൊരൊറ്റ ഉണ്ട്.
ആ തടിയും വെച്ച് കണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, അതിലാണ് ഞാനും മൂപ്പരുമ്പാടെ വർത്താനാണ്. ആ വീഡിയോ ആണ് മൊത്തം പുറത്തു പോയിക്കണത്. ആ വർത്താനത്തിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു ലാലുവിനോട്, ലാലുജി വീഡിയോ എടുത്തത് പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് മൊത്തം വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നു. അതിൽ ഈ ചങ്ങായി എന്താ കാട്ടിക്കണത്, ലാലുവിനെ പോയിട്ട് ഒരൊറ്റ ഉണ്ട് വീഡിയോ എടുത്തതിന് വേണ്ടിയിട്ടാണ് ആ ഉന്തുന്നത്. അതിൽ ഞാൻ അടിച്ച്, കാരണം ഇന്റെ കാലിന് മൂപ്പര് ഉന്തിയാണ് നല്ല ഇതായിക്കണത്. അതിനുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിച്ച് ആകെ പ്രശ്നമായി. മൂപ്പര് എന്ത് ചെയ്ത് അപ്പൊ തന്നെ ആ സ്പോട്ടിൽ വേറെ ചെങ്ങായിക്ക് വിളിച്ചു കണ്ടു ആ സാധനം എടുത്ത് കണ്ട് പോരെന്ന് പറയും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആ ഓക്കെ, ആരെ വരാനുള്ള പോലീസാ ആരാച്ചാ വിളിച്ചു വരുത്തിക്കോളി, ഒരു കുഴപ്പമില്ല, നാട്ടുകാരാ എല്ലാരും വന്നോട്ടെ, വന്നിട്ട് എന്താ കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചങ്ങായി വന്ന് വിളിച്ച ചങ്ങായി വന്ന്. ചെങ്ങായിന്റെ കയ്യിൽ 2 വലിയ വടി ഉണ്ടായിരുന്നു. മൂപ്പരെ ബാക്കിൽ ടീഷർട്ടിന്റെ ഉള്ളിലായിട്ട് ഒരു വാളുണ്ടായിരുന്നു. അത് ആരും കണ്ടിട്ടില്ല. അടി തുടങ്ങി. മൂപ്പര് ചോദിക്കാനൊന്നും പറയണില്ല, നേരെ വന്നുകാണ്ട് മൂപ്പര് ആരാടെ അടിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കാക്ക നിങ്ങൾ കാര്യം കേക്ക്. അതിനൊന്നും നേരില്ല. മൂപ്പര് കാര്യം കേൾക്കാതെ നേരെ വന്നോണ്ട് ഒരൊറ്റടി ആ വടിയേറ്റ്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഞങ്ങൾ ചെക്കന്മാരെ അടിച്ച് ഞങ്ങൾ കുറെ തടയാനും ഇതാക്കാനും നോക്കി, ഒന്നിനും സമ്മതിക്കല്ല. പിന്നെ പുറത്തുനിന്ന് ചെക്കന്മാർ ആ നാട്ടിലുള്ള തന്നെ വേറെ ഓരോന്നും കാര്യം എന്താന്ന് കേൾക്കണില്ല. അതാണ് ഇത് കാര്യം എന്താന്നുള്ളത് ഒരു കേൾക്കാൻ നിൽക്കണില്ല. ഈ ചെങ്ങായിട്ട് വിളിച്ച് പറയുന്നത് ഒരു പേരിന് അടിക്കണ് അതന്നെ. ഇത് കുറച്ച് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിക്കണം എന്താണ്, ഞങ്ങൾ ലഹരി ഉപയോഗിക്കാൻ പോയി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. ഈ ലഹരി ഉപയോഗിക്കാൻ പോയതാണെന്നുണ്ടെങ്കിൽ അവിടെ അത്ര ആൾക്കാർ കൂടി ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോണ്ട. ഇതൊന്നും എന്താ ആൾക്കാർ നോക്കാത്ത, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത്ര ആൾക്കാരെ മുന്നിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചിരുന്നത്. അവരാണ് ലാസ്റ്റ് ഞങ്ങളെ കൈക്കൽ ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ വന്നതാണെന്നുള്ള മനസ്സിലായിട്ട് ലാസ്റ്റ് ഓരാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, പോയിക്കോളി, ഇനി ഇവിടെ കണ്ടുപോരുതെന്ന് പറഞ്ഞിട്ട് ആട്ടി പറഞ്ഞയച്ചത് ഓരാണ്. ആ ഓർക്ക് കേസാക്കാനുള്ളതല്ലേ ഉള്ളൂ. ഇന്ന് ലഹരിന്റെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിക്കണം എന്താണ്, ഇന്റെ വാപ്പയാണത്, അതിൽ ഞാൻ പറയുന്നത് കണ്ടിട്ട് ഇന്റെ വാപ്പയാണത്, വാപ്പാരോട് അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് എന്ന്. ഈ വീഡിയോ ഇടുന്നവരൊന്നും എന്താ സംഭവം എന്ന് പോലും അറിയില്ല. എന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ അയച്ചു വിടാൻ എല്ലാവർക്കും. രാവിലെ ഇതൊക്കെ ഇങ്ങനെ ആവാനുള്ള ഒരൊറ്റ കാരണം എന്തായിരുന്നു അറിയോ, ആ വീഡിയോ പോയി. ആ വീഡിയോ എത്ര സെക്കൻഡ് വീഡിയോ അല്ലേ, ആ വീഡിയോ പോയിട്ട് ആ വീഡിയോ പോടുത്തോടക്കാൻ തന്നെ തലക്കടുത്തൂർ അങ്ങാടിയിൽ ഏകദേശം ഇതായി. ചെക്കന്മാരുടെ ഇടയിലൊക്കെ വർത്താനായി. ചെങ്ങായിക്ക് അടി കുടുങ്ങി, ചെറിയ ചെക്കന്മാരുടെ അടി കുടുങ്ങി എന്നുള്ളതായി. മൂപ്പര് എന്നിട്ട് എന്താ കാട്ടിക്കണെന്ന് വെച്ചാൽ, മൂപ്പര് ചെയ്താണ് ആര് ചെയ്താന്ന് അറിയില്ല. ആ തലക്കടുത്തൂര് മഹലിന്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്ത് ആ വീഡിയോ ഇട്ടുങ്ങാണ്ട് അതിന്റെ അടിയിൽ വലിയൊരു കുറിപ്പ് ഉണ്ടാക്കി. ഒരു ബന്ധമില്ലാത്ത കുറിപ്പ്, അതാണ് ഒരു ബന്ധമില്ലാത്ത കുറിപ്പ് എഴുതിണ്ടാക്കിങ്ങാണ്ട് ആ സാധനം അങ്ങോട്ട് ഷെയർ ചെയ്ത്. അതാണ് എല്ലായിടത്തും പോയത്. ഷെയർ ചെയ്ത് കണ്ട് ആ ചെങ്ങാനെ കിട്ടണം. ആ ചെങ്ങാനെ കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പർക്കെതിരെ കേസ് കൊടുക്കണം. പാബില, പിന്നെ ഈ ചെങ്ങായി ഉണ്ടല്ലോ ഈ വീഡിയോയിലുള്ള പ്രായമുള്ള ചെങ്ങായി, മൂപ്പര് അവിടുത്തെ വലിയ ഇതിന്റെ അത് ഈമാനിന്റെ അത് അങ്ങനെ ഇങ്ങനൊന്നല്ല, സ്വന്തം കുടുംബക്കാരനെ കുത്തിയിട്ടാ. കുട്ടികളുടെ കയ്യിൽ തെളിവിനായിട്ട് ഈ വീഡിയോയുടെ ഫുൾ ഭാഗം തന്നെ ഈ കുട്ടികളുടെ അടുത്തുണ്ടെന്നാണ് കുട്ടികൾ പറയുന്നത്. എന്നാലും ആ കുട്ടികൾ കേസ് കൊടുക്കും, കേസിന് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് കാര്യമില്ല, ഇവരുടെ ഭാഗം കൂടി നമുക്ക് കേട്ടാലേ എന്തെങ്കിലും ഒന്നും മനസ്സിലാവും. എന്തൊക്കെ ആളുകൾ പറഞ്ഞ തന്തയും തള്ളയും മനസ്സിലാകാത്ത പിള്ളേര്, അങ്ങനെ പല വാക്കുകളും പിള്ളേർക്ക് കേൾക്കേണ്ടി വന്നു. ആ പിള്ളേര് നിരപരാധിയാണെങ്കിൽ ഇതിനാരാണ് സമാധാനം പറയുക? ആ വീഡിയോ പ്രചരിപ്പിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, കുട്ടികളാകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എടുത്തിടും പോലെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ചെറിയ മക്കളാണ്, കൂടുതൽ അബദ്ധത്തിൽ പോവുകയാണ് ചെയ്യുക. നമുക്ക് അവരുടെ ഭാഗം കൂടി കേട്ടു നോക്കാം. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാല്, അവിടെ പൊതുവെ ഇങ്ങനെ ഒരു ഇഷ്യൂസ് നടക്കുന്നൊരു ഏരിയ ആണ്. അപ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലീസിനെ വിളിച്ച് പോലീസൊക്കെ അവിടെ വന്ന് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം പോലീസ് അവിടെ അങ്ങനെ അധികം ആൾക്കാരോട് നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ അതിൻ്റെ തലേന്നും ഇതേപോലെ തന്നെ കുട്ടികൾ നിന്ന് വെള്ളമടിച്ച് ആകെ സീനുകളൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ മൂപ്പരെ വീട് അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ്. നമുക്ക് ആ വീഡിയോയിൽ കാണാം മൂപ്പര അവിടെ കാറ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ മൂപ്പര് വീട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് കാറെടുത്ത് പോകാൻ വേണ്ടിയിട്ട് മൂപ്പരങ്ങനെ പോകുന്ന സമയത്ത് മൂപ്പര് ചോദിച്ചതാണ്, നിങ്ങൾ ഇവിടെ ഉള്ളവരല്ലല്ലോ, എന്താണ് ഇവിടെ പരിപാടി എന്നൊക്കെ ഉള്ള രീതിയിൽ. കാരണം അവിടെ എല്ലാവരും വരുന്ന ആൾക്കാർ ചുമ്മാ ഇരിക്കാൻ വേണ്ടി വരുന്നല്ല, ഇതിനായിട്ട് വരുന്ന. കാരണം ഞാനവിടെ വീട്ടിൻ്റെ മുമ്പിൽ അവിടെ വീടുള്ള ഒരാളല്ലേ, ഞാൻ അവരെക്കാളും ഒരു 2-3 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. നമുക്കറിയാമല്ലോ ഇത് പൊതുവെ എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, എന്താ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ മൂപ്പര് അങ്ങനെ ചോദിച്ചില്ലേ, നിങ്ങൾക്ക് എന്തിനാണ് കറണ്ട് ആവശ്യം, എൻ്റെ പണിക്ക് പോകുന്നു. കാരണം ഇവരൊക്കെ കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ ചെറിയ പ്രായമാണ്. ആ പ്രായത്തെ പരിഗണിച്ചിട്ടെങ്കിലും ഒന്ന് ഇതാവണ്ടേ.
അപ്പം ഒന്ന് പറഞ്ഞ് മൂപ്പരെ രണ്ടാമത്തിന് മൂപ്പരെ പിടിച്ചിട്ട് ഒരു കുയ്യിലേക്ക് തള്ളിയിട്ട് അവിടെ നിന്നിട്ട് മൂപ്പരെ കല്ലെടുത്ത് മൂപ്പരെ തലയിൽ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, കല്ലെടുത്ത് അവരെ മൂപ്പരെ തലയിലേക്ക് ഇടാൻ നിൽക്കാം. എന്തെന്നായാലും ഇതിന്റെ സത്യാവസ്ഥ പോലീസ് തന്നെ കണ്ടുപിടിക്കട്ടെ. നമ്മൾ വലിയ പോലീസ് ഒന്നും ആവണ്ടല്ലോ. ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് തെറ്റ് തിരുത്താനുള്ള അവസരം കൊടുക്കുക. ചെറിയ മക്കളാണ്, അവർക്ക് ഇനിയും നന്നാവാനുള്ള ഒരുപാട് സമയങ്ങളുണ്ട്. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ, നല്ല മക്കളാക്കി തരട്ടെ. ഇതുപോലുള്ള വൃത്തികെട്ട കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ പടച്ച റബ്ബ് അകറ്റിത്തരട്ടെ. ഒരുപാട് മക്കൾ ഇന്ന് മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട്. നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്വാലീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ പടച്ച റബ്ബ്. ആമീൻ. എല്ലാവരും 5 നേരം ദുആ ചെയ്തോ മക്കൾക്ക് വേണ്ടി, മക്കളുടെ ആഫിയത്തിനും നല്ല മക്കളാക്കി തരുവാനും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.